മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാർ 8 വർഷം പൂർത്തിയാക്കി 9ാം വർഷത്തിലേക്ക് കടക്കുന്നു. 8 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷങ്ങളും വരെ നടന്നു. പക്ഷേ പാർട്ടി യഥാർത്ഥത്തിൽ CPM-ഉം LDF-ഉം അമ്പേ പരാജയപ്പെട്ടു. തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകി 2 പൊതുതെരഞ്ഞെടുപ്പുകളും അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രധാന വിഷയം. ഈ വിഷയം നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ രണ്ടാം പൊതു തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് ഇറങ്ങി നടന്ന് പ്രവർത്തിച്ചപ്പോൾ നമുക്കറിയാം, സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചവരെല്ലാം തന്നെ സമുന്നതരായിട്ടുള്ള, എല്ലാവർക്കും ജനങ്ങൾക്ക് കേരള സമൂഹത്തിന് പൊതുവെ സ്വീകാര്യരായിട്ടുള്ള, വളരെ മിടുക്കരായിട്ടുള്ള, മാന്യന്മാരായിട്ടുള്ള, കഴിവ് തെളിയിച്ച, നേതൃത്വ പാഠവും തെളിയിച്ച, ഭരണപാഠവും തെളിയിച്ച കുറേ പേരെ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥികളാക്കി. അത് നിർബന്ധപൂർവ്വം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം കൊണ്ടാണ് അത് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് പ്രത്യേക ഉദാഹരണം എന്ന് പറഞ്ഞാൽ എടുത്തു പറയാനുള്ളത് ശ്രീ കെ രാധാകൃഷ്ണനാണ്. ഇപ്പോൾ ശ്രീ കെ രാധാകൃഷ്ണൻ മാത്രമാണ് ആലത്തൂരിൽ നിന്നും പാർലമെൻറ്റിലേക്ക് ഒറ്റയാളായിട്ട് ജയിച്ച് പോയിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ശ്രീ തോമസ് ഐസക്, ഡോക്ടർ ശ്രീ തോമസ് ഐസക്, അദ്ദേഹം VS അച്യുതാനന്ദൻ്റെ കാലത്തും ധനകാര്യമന്ത്രിയായിരുന്നു. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരാളുടെ സാമ്പത്തിക വൈദഗ്ധ്യം കൊണ്ട് മാത്രം സർക്കാരുകൾ മുന്നോട്ട് പോയതിൽ നിന്നാണ് അദ്ദേഹത്തിന് അതുപോലുള്ളവരെ, അല്ലെങ്കിൽ ശൈലജ ടീച്ചറിനെ പോലുള്ളവരെ ഒക്കെ തന്നെ ഫീൽഡ് ജയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഫീൽഡ് ജയിച്ച എല്ലാവരും തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇളമരം കരീം, ശ്രീ M തോമസ് ഐസക്, പിന്നെ ശ്രീമതി KK ശൈലജ, 2 കെ രാധാകൃഷ്ണൻ, ഇങ്ങനെ 4 പേരെ വളരെയധികം സമുന്നതരെന്ന് പറഞ്ഞാൽ പിണറായിയോളം സമശീർഷരെന്ന് പറയാവുന്ന കഴിവുള്ള, മാന്യമായിട്ടുള്ള, ആളുകൾക്കെല്ലാം സ്വീകാര്യരായിട്ടുള്ള ഈ 4 നേതാക്കന്മാരെ ഫീൽഡ് ചെയ്തപ്പോൾ അത് ശ്രീ പിണറായി വിജയൻ്റെ മാത്രം താല്പര്യത്തിലാണ് അത് നടന്നത് എന്നുള്ളത് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വിമർശനത്തിൽ അവർ എടുത്തു പറയുന്നുണ്ട്. അത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതും, അല്ലെങ്കിൽ പൊതുസമൂഹം മനസ്സിലാക്കുന്നതും, നിങ്ങൾ അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്നും അവരെ ഇവിടെ നിന്ന് കയറ്റി അയക്കുക എന്നുള്ളൊരു താല്പര്യത്തോടുകൂടി, അതല്ലെങ്കിൽ തോറ്റാൽ നിങ്ങൾക്ക് ഇത്രയ്ക്കേ ജനപിന്തുണയുള്ളൂ എന്ന് പറയുക എന്നുള്ള രീതിയിൽ ഇവരെ എല്ലാം കഴിവുള്ള നേതാക്കന്മാരെ, ജനസമ്മതരായിട്ടുള്ള നേതാക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എടുത്ത ഒരു തന്ത്രമാണ് രണ്ടാമതൊരാൾ, 2 തവണ ജയിച്ചവർ ഇനി 3ാമത് മത്സരിക്കേണ്ട, ഇനി ഒരു തവണ മന്ത്രിയായ ആൾ ഇനി ഒരു തവണ കൂടി മന്ത്രിയാകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വം തെളിയിക്കുന്ന ഒരു രീതിയിലുള്ള, അദ്ദേഹത്തിൻ്റെ വക്രതയിൽ തെളിഞ്ഞു വന്ന ഒരു രീതിയിലുള്ള ഫീൽഡിംഗ് ആണ് ഇപ്പോഴത്തെ പാർലമെൻറ്റിൽ നടന്നത്. അതിനകത്ത് നമുക്കറിയാം, KK ശൈലജയും പരാജയപ്പെട്ടു, ശ്രീ തോമസ് ഐസക്കും പരാജയപ്പെട്ടു, ഇളമരം കരീമും പരാജയപ്പെട്ടു, ആകെ രാധാകൃഷ്ണൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ഇതെല്ലാം തന്നെ പൊതുവെ പിണറായിക്ക് ശേഷം ഇനി ആര് എന്നുള്ളൊരു ചോദ്യചിഹ്നം വരുമ്പോൾ, ഇനി ആര് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ പിണറായിയുടെ കീഴിലുള്ള, അല്ലെങ്കിൽ പിണറായിയുടെ സമശീർഷരായിട്ടുള്ളൊരു സമുന്നത നേതാക്കന്മാരെല്ലാം തന്നെ ഇരുട്ടിൽ തപ്പുകയാണ്. ഇത് പൊതുസമൂഹം ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിൽ തന്നെ ആർക്കും തന്നെ ഉത്തരം പറയാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം CPM-ൽ ഉടലെടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ മനസ്സിലാക്കിയിട്ടായിരിക്കണം, അവർക്കിനി എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യം കൂടെ വന്നതുകൊണ്ടായിരിക്കണം എല്ലാ അർത്ഥത്തിലും പിണറായിക്കെതിരെ ശക്തമായ വിമർശനം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വത്തിൽ നിന്നും, ഞാനല്ലാതെ മറ്റൊരു നേതാവ് നിങ്ങൾക്കുണ്ടാകരുത് എന്നുള്ള ഒരു മുദ്രാവാക്യത്തിൽ അദ്ദേഹം നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ തന്നെ 75 വയസ്സ്, അവരുടെ പാർട്ടിയുടെ ആ ഒരു രീതി അനുസരിച്ച് 75 വയസ്സ് കഴിഞ്ഞവർ അധികാരത്തിൽ വേണ്ട എന്നൊക്കെയുള്ളത് അദ്ദേഹം ഒരു എക്സെപ്ഷൻ എടുത്തിരിക്കുന്നു. കാരണം നമുക്കറിയാം, അദ്ദേഹം തുടർഭരണം നേടിയെടുത്തു. അത് RSSൻ്റെ സംഘപരിവാറിൻ്റെ 5% വോട്ട് നേടിയിട്ടാണ് അദ്ദേഹം തുടർഭരണം എടുത്തത് എന്നുള്ളതും എല്ലാം പകൽ പോലെ വ്യക്തമാണ്. ആ ഒരു ബന്ധവും കൂടെ വെച്ചിട്ടും അങ്ങനെ തുടർഭരണം നേടിയതിൻ്റെ ഒരു അവകാശമാണ് അദ്ദേഹം മറ്റുള്ളവരെ എല്ലാവരെയും തന്നെ നിഷ്പ്രഭരാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അദ്ദേഹം തീരുമാനം നീട്ടിക്കൊണ്ടുപോയതും, ഇപ്പോൾ പാർട്ടി പരാജയപ്പെട്ട് പൊതുജനത്തിൻ്റെ മുന്നിൽ മറ്റ് നേതാക്കന്മാർക്ക് ഇനി വരാൻ പോകുന്ന 1.5 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ ജനങ്ങൾ പ്രതികരിക്കും, എങ്ങനെ ജനങ്ങളെ സമീപിക്കും എന്നുള്ള ആശങ്ക അവരെ വല്ലാതെ അലട്ടുന്നു.